നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നീ ദയം കൊണ്ട് ഇവിടെ വരെ വന്നിട്ട് ഒന്ന് കാണാൻ പറ്റില്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. അച്ഛനെ ഒന്ന് കാണാലോ എന്ന് കരുതിയാ ഞാനും വന്നത്. ചീരുവിനിപ്പോ എങ്ങനെയുണ്ട് അച്ഛ? ഡിസ്ചാർജിന്റെ കാര്യം വല്ലതും പറഞ്ഞോ? 2 ദിവസം ഡിസ്ചാർജ് ചെയ്യും. അവളെയും മക്കളെയും പഞ്ചരത്നത്തിലേക്ക് കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനെന്താ അച്ഛ, സാധാരണ അങ്ങനെയല്ലേ അച്ഛൻ ചെയ്യുന്നത്? അവിടെ ഇപ്പോ പഴയതുപോലെ ആരുമില്ലല്ലോ. എല്ലാവരും ഊഴം വെച്ച് അവിടെ വന്ന് നിൽക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഞാൻ ചീരുവിനെ അങ്ങോട്ട് കൊണ്ടുപോകും. അച്ഛൻ എപ്പോ പറഞ്ഞാലും ദയെ ഞാൻ അവിടെ കൊണ്ടുവിടാം. വേണമെങ്കിൽ കുറച്ച് ദിവസം ഞാനും അവിടെ വന്ന് നിൽക്കാം. എന്താ ദേ? എനിക്കും പഞ്ചരത്നത്തിൽ പോയി നിൽക്കാൻ ഇഷ്ടാ. അച്ഛൻ അങ്ങനെ തന്നെ തീരുമാനിച്ചോ. ദേ ഞങ്ങളുണ്ടാവും. ദേ ഇത് കുഞ്ഞുങ്ങൾ കൊടുക്ക്. രാത്രി ഇനിയിപ്പോ പൊടിയരിക്കഞ്ഞി കിട്ടുന്ന സംശയം. ചിരു സോഫ്റ്റ് ആയിട്ടുള്ള വല്ല ദോഷം പറ്റും പോരെ? എനിക്കിനിയൊന്നും വേണമെന്നില്ല രഘുവേട്ടാ. അമ്പിളി ചേച്ചിക്ക് അനുചേച്ചിക്ക് എന്തെങ്കിലും വാങ്ങിച്ചാ മതി. അതൊന്നും പറഞ്ഞാ പറ്റില്ല. രാത്രി നീ എന്തെങ്കിലും കഴിച്ചേ പറ്റൂ. സിസേറിയൻ കഴിഞ്ഞതാ. ഒരുപാട് മരുന്നൊക്കെ കഴിക്കാനുള്ളതല്ലേ. അപ്പൊ ആഹാരം കഴിക്കാതിരുന്ന എങ്ങനെയാ? കഞ്ഞി കിട്ടിയില്ലെങ്കിൽ ബ്രെഡും ജാമും വാങ്ങിച്ചു വെച്ചോ. ചീരുവിനത് കൊടുക്കാം. ഞങ്ങൾക്ക് പിന്നെ എന്തായാലും കുഴപ്പമില്ല. ശരി എന്നാ, ഞാൻ പോയിട്ട് വരാം. ആ രഘുവേട്ടനോ? കാണാനേലല്ലോ. എപ്പോ വന്നു? തിരിച്ചു പോവാണോ? അല്ല, ഞാനങ്ങ് പോകുന്നില്ല. ഫുഡ് വാങ്ങിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരും. ഫുഡ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് രഘുവേട്ടാ. ചീരുവിന് ഹോട്ടൽ ഫുഡ് പറ്റില്ല എന്ന് പറഞ്ഞപ്പോ അമ്മ ഉണ്ടാക്കി തന്നു വിട്ടതാ. ദേ നിനക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ട് കേട്ടാ. വാവേ നിനക്ക് വേണ്ടേ? ആ പിന്നെ ഒരാൾക്കും കൂടി കഴിക്കാനുള്ളത് ഉണ്ടാവും കേട്ടോ. ചിലപ്പോ അമ്പിളി ചേച്ചിക്കും അനുവിനും കൂടി തരഞ്ഞു വരും. അല്ല വിനയ, നിന്നോട് ആരെങ്കിലും പറഞ്ഞ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവരാൻ? നീ ചെയ്യുന്നതൊക്കെ കണ്ട നിന്റെ വീട്ടുകാരെന്ന് വിചാരിക്കാം. ഇവിടെ ചീരുവിനും കുഞ്ഞിനെ നോക്കാൻ വേറെ ആരും ഇല്ലെന്നല്ലേ? ഏയ് എന്റെ വീട്ടുകാർ അങ്ങനെയൊന്നും വിചാരിക്കില്ല രഘുവേട്ടാ. അവർക്കെല്ലാം അറിയാവുന്നതല്ലേ. എന്നാലും ഞങ്ങളോട് പറഞ്ഞിട്ട് കൊണ്ടുവരണ്ടേ വിനയ? ഞങ്ങൾക്ക് 2 പേർക്കും രഘുവേട്ടനിപ്പോ ഫുഡ് വാങ്ങിക്കാൻ പോവായിരുന്നു. അത് വാങ്ങിക്കൊണ്ട് വന്നിരുന്നെങ്കിൽ ഏതെങ്കിലും ഒന്ന് വേസ്റ്റ് ആവില്ലായിരുന്നോ? അതിന് പോയില്ലല്ലോ രഘുവേട്ടൻ. എന്റെ അമ്മ ചീരുവിന് മനസ്സറിഞ്ഞുണ്ടാക്കി തന്നു വിട്ടതാ. അതങ്ങനെ വേസ്റ്റായി പോവില്ല. എന്തൊക്കെയാ കൊണ്ടുവന്നേ നോക്ക്. കഞ്ഞിയുണ്ട്. ഞാൻ എന്താ വേണ്ടേ? നിങ്ങളെല്ലാരും ഇത് കഴിച്ചോളുന്നാണോ അതോ? അത് രഘുവേട്ടാ ഏതായാലും കൊണ്ടുവന്നല്ലേ, ഞാൻ അത് കഴിച്ചോളാം. ഞങ്ങൾക്ക് 3 പേർക്കും അത് മതിയാവുന്ന തോന്നുന്നു. രഘുവേട്ടൻ പോയി കഴിച്ചിട്ട് വാ. ചിലപ്പോ തികഞ്ഞില്ലെങ്കിലോ? നിങ്ങൾ രണ്ടുപേരും ഇത് കഴിക്കേ. രഘുവേട്ടൻ കഴിച്ചിട്ട് വരുമ്പോ എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വന്നാ മതി. ശരി. വിനയ, ഞാൻ എന്നോട് നിൽക്കാൻ തീരുമാനിച്ചിരിക്കുക. നീ എന്നാ വീട്ടിലേക്ക് പോക്കോ. അയ്യോ, ഞാനിന്ന് തിരിച്ചു പോയില്ല എന്ന് പറഞ്ഞിട്ടാ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ദാ രാവിലെ ഇടാനുള്ള ഷർട്ടും ദാ കുളിക്കാനുള്ള തോർത്തും കാര്യങ്ങളൊക്കെ കൊണ്ടാ ഞാൻ വന്നത്. രഘുവേട്ട പോകുന്നില്ലെങ്കിൽ പോണ്ട, നമുക്ക് ഒരുമിച്ച് വരാന്തലിരിക്കാം, കഥകളൊക്കെ പറഞ്ഞിട്ട്. ഈ രഘുവേട്ടൻ്റെ ഒരു കാര്യം.